or CFT. Ten, 9, 8, 7, 6, 5, 4, 3, 2, 1. Ignition. And liftoff of Starliner Atlas V. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അറ്റ്ലസ് വി റോക്കറ്റിലേറി സ്റ്റാർലൈനർ പേടകത്തിൽ നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമറും 2024 ജൂൺ 5-നാണ് പുറപ്പെട്ടത്. എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം തിരികെയുള്ള യാത്ര നീളുകയായിരുന്നു. സുനിത വില്യംസിന് രാജ്യാന്തര ബഹിരാകാശത്തിന്റെ കമാൻഡർ സ്ഥാപനത്തിനു പുറമെ ഒരു ചുമതല കൂടി ലഭിച്ചിരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, മൈക്രോഗ്രാവിറ്റിയിൽ കൃഷി സംബന്ധമായ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതായിരുന്നു. ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പരീക്ഷണമാണിത്. ഈ പരീക്ഷണത്തിന് പ്ലാൻ ഹാബിറ്റാറ്റ് 07 എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ മുൻപും കൃഷിയും പാചകവും ഒക്കെ നടന്നിട്ടുണ്ട്. 2021 ഭൂമിയിൽ നിന്ന് ശീതീകരിച്ചു കൊണ്ടുപോയ ബീഫും തക്കാളിയും മസാലയ്ക്കും സോസിനുമൊപ്പം നല്ല ഫ്രഷ് പച്ചമുളക് കൂടി ചേർത്ത് ടാക്കോസ് എന്ന പലഹാരമുണ്ടാക്കി ബഹിരാകാശ യാത്രികർ ഭക്ഷിച്ചിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. ടാക്കോസിൽ ഉപയോഗിച്ച പച്ചമുളക് പിടിച്ചത് ബഹിരാകാശത്ത് തന്നെയായിരുന്നു. ബഹിരാകാശ നിലയത്തിൽ നട്ടുവളർത്തിയ പച്ചമുളക് ചെടിയിൽ പിടിച്ച മുളകുകളാണ് ടാക്കോസിനായി ഉപയോഗിച്ചത്. അതിനും 4 മാസം മുൻപാണ് ബഹിരാകാശ നിലയത്തിൽ യാത്രികർ മുളക് ചെടി വളർത്താൻ തുടങ്ങിയത്. ഇതിനു വലിയ ശ്രദ്ധ കൈവന്നിരുന്നു. പ്ലാൻ ഹാബിറ്റാറ്റ് 04 എക്സ്പെരിമെന്റ് എന്നായിരുന്നു ഈ പരീക്ഷണത്തിന് നൽകിയ പേര്. ബഹിരാകാശ കൃഷി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അന്തരീക്ഷം, സൂര്യപ്രകാശം, മണ്ണ്, വെള്ളം, ഗുരുത്വാകർഷണം, കൃഷിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭൂമിയിലുണ്ട്. ഇതിൽ സൂര്യപ്രകാശം മാത്രമേ ബഹിരാകാശത്തുള്ളൂ. പക്ഷേ ഭൂമിയിലെ പോലെ മാരക വികിരണങ്ങൾ അരിച്ചു മാറ്റാൻ അവിടെ അന്തരീക്ഷമില്ല. അതുപോലെ തന്നെ ഭൂമിയേക്കാൾ കുറെ കൂടി സൂര്യന്റെ അടുത്താണ് ബഹിരാകാശം. അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം നേരിട്ടാണ് ഇവിടെ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടും തീവ്രതയും കൂടുതലായിരിക്കും. ഇതെല്ലാം ചെടികളെ വളർത്തുന്നതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ചെടികളുടെ വളർച്ചയിൽ മറ്റൊരു പ്രധാന ഘടകമാണ് ഗുരുത്വാകർഷണം. ചെടികൾ വളരാൻ ഗുരുത്വാകർഷണം വേണം. ബഹിരാകാശത്ത് 0 അഥവാ മൈക്രോഗ്രാവിറ്റിയാണ് ഉള്ളത്. ഭൂമിയിൽ ചെടികൾ വളരാൻ സഹായിക്കുന്ന ഗുരുത്വാകർഷണ പ്രക്രിയയാണ് ഗ്രാവിട്രോപിസം. ചെടികളുടെ വേരുകൾ ഗുരുത്വാകർഷണത്തിന് അനുകൂലമായും തണ്ടും ശാഖകളും എതിരായുമാണ് വളരുന്നത്. വെള്ളവും പോഷകങ്ങളും ചെടികളുടെ എല്ലാ ഭാഗത്തും എത്തിക്കാനും ഗുരുത്വാകർഷണം വേണം. ഇതാണ് ഗ്രാവിട്രോപിസം. ഇതില്ലാത്തത് ബഹിരാകാശ കൃഷി തളർത്തുന്നതാണ്. തീരെ കുറഞ്ഞ ഗുരുത്വാകർഷണത്തിലും ചെടികൾ ഗ്രാവിട്രോപിസം കാണിക്കുന്നതായി പരീക്ഷണങ്ങളിൽ തെളിഞ്ഞതിനാൽ ബഹിരാകാശ കൃഷിക്ക് വലിയ പ്രതീക്ഷയാണ് ഏകിയത്. ഭൂമിയിൽ നിന്ന് വെള്ളം എത്തിച്ചാലും മൈക്രോഗ്രാവിറ്റിയിൽ ഭൂമിയിലെ പോലെ ചെടികൾക്ക് വെള്ളം വലിച്ചെടുക്കാനാവില്ല. വെള്ളം വേരിൽ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ സിറിഞ്ച് പോലുള്ള ഉപകരണങ്ങളിലൂടെ വെള്ളം കുത്തിവെക്കണം. റേഡിയോ വികിരണങ്ങൾ ഏശാതെ സംരക്ഷിക്കേണ്ടതുമുണ്ട്. അങ്ങനെ വെല്ലുവിളികൾ പലതും അതിജീവിച്ചാണ് ബഹിരാകാശ കൃഷി യാഥാർത്ഥ്യമാക്കിയത്. ബഹിരാകാശ സഞ്ചാരികൾക്ക് ഗാർഡൻ ഫ്രഷ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ബഹിരാകാശ കൃഷി സഹായിക്കുന്നുണ്ട്. ബഹിരാകാശ കൃഷിക്ക് മനഃശാസ്ത്ര പ്രാധാന്യവുമുണ്ട്. സഞ്ചാരികൾക്ക് വ്യായാമവും മാനസികോല്ലാസവുമാണ് കൃഷിയിലൂടെ ലഭിക്കുന്നത്. പച്ചപ്പ് അവരുടെ കണ്ണിന് ആനന്ദവും മനസ്സിന് കുളിർമയും നൽകുന്നു. യാത്രയിലെ വിരസതയും മടുപ്പും ഒരു പരിധിവരെ അകറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് സംസ്കരിച്ച് ഓക്സിജൻ പുറത്തുവിടാനും ബഹിരാകാശത്തെ ചെടികൾക്ക് കഴിയും. ഇത് ISS പോലെ ബഹിരാകാശ പേടകങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നു. ദീർഘകാലം ബഹിരാകാശത്ത് കഴിയുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയും വിശ്രമിക്കുന്നില്ല. ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് അഥവാ ഉലുവച്ചീര കൃഷി ചെയ്യുകയാണിപ്പോൾ. എന്നാൽ ഇത് ഭക്ഷണത്തിനായല്ല വളർത്തുന്നത്. ഭൂഗുരുത്വം കുറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് സസ്യങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നറിയാനുള്ള
പരീക്ഷണമാണ് സുനിത വില്യംസ് നടത്തുന്നത്. ഭാവിയിലെ ഗ്രഹാന്തര ബഹിരാകാശ പദ്ധതികൾക്കും ഭൂമിയിലെ കാർഷിക മേഖലയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഗവേഷണമാണ് നടക്കുന്നത്. ഈർപ്പത്തിന്റെ അളവ് എങ്ങനെ സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു, അവയിലെ പോഷകങ്ങളുടെ അളവിൽ എത്രത്തോളം മാറ്റമുണ്ടാകുന്നു എന്നീ കാര്യങ്ങൾക്കാണ് പരീക്ഷണം നടത്തുന്നത്. നിലവിൽ സുനിത വില്യംസിനൊപ്പം ബുച്ച് വിൽമർ എന്ന ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട്. ഇരുവരും പരസ്പരം സഹായിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഇരുവരെയും വഹിച്ചുള്ള പേടകം ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് തിരികെ എത്തുമെന്നാണ് നാസ പറയുന്നത്.